ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ്. ബീഫില്ലാത്ത ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഒറിജിനൽ ബീഫിൻ്റെ രുചി തന്നെ നമുക്ക് കിട്ടും. അതിനൊരു ഐഡിയ ഉണ്ട്. ഇത് പത്തിരിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ 2 ഉള്ളി അരിഞ്ഞത് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലും കൂടെ ഒഴിക്കുന്നുണ്ട്. ഓയിലോ വെളിച്ചെണ്ണയിലോ നിങ്ങൾക്കിത് വഴറ്റിയെടുക്കാം. വെളിച്ചെണ്ണയിലാണെങ്കിൽ കുറച്ചും കൂടെ നല്ല നാടൻ ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇനി ഉള്ളി പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇനി ഇതിലേക്കൊരു 4 വെളുത്തുള്ളി അല്ലി, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 4 അല്ലി വെളുത്തുള്ളി പറഞ്ഞാൽ കുറച്ച് വലിയ അല്ലിയാണ് ഞാൻ 4 അല്ലി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇറച്ചിയൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഒരുപാട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് ആവും മുന്നിൽ നിൽക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ചേർക്കണ്ട. ചിക്കനോ ബീഫൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചേർക്കണം, അത്രയൊന്നും ചേർക്കരുത്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത്രയും മുളക് ചേർക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യത്തിന് നല്ല എരിവുള്ള കറി തന്നെയാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് നല്ല എരിവുള്ള കറിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പച്ചമുളക്, മുളകിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മളിത് വഴറ്റിയെടുക്കാനായിട്ട്. മസാലയുടെ പച്ചക്കുത്തൊക്കെ മാറുന്ന വരെ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. മസാലയൊക്കെ മൂത്ത് വരുന്ന നല്ലൊരു സ്മെല്ലുണ്ടാവും. ആ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. ചെറിയ തക്കാളി ആണെങ്കിൽ 2 തക്കാളി എടുക്കുക കേട്ടോ. വലിയ തക്കാളി ആണെങ്കിൽ ഒരൊറ്റ തക്കാളി മാത്രം മതി. തക്കാളിയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഈ തക്കാളി പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളി ഒന്ന് അലിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് പ്രധാനപ്പെട്ട ചേരുവായിട്ടുള്ള ബീഫിൻ്റെ മാഗി ക്യൂബ്സാണ് ചേർക്കുന്നത്. ഇത് വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ക്യൂബ്സാണ് കേട്ടോ. ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഞാൻ അപ്പോൾ ഡയറക്റ്റ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. വീട്ടിൽ തന്നെ ചെയ്യായതുകൊണ്ട് ഒരു കെമിക്കലും ഇല്ലാത്ത ക്യൂബ്സാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. ഇതാണ് ഇതിൽ ബീഫിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ബീഫിൻ്റെ ചിക്കൻ്റെ ഒക്കെ മാഗി ക്യൂബ്സ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് തുറന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്യൂബ്സ് ചേർക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഈ ഒരു ഗ്രേവിക്ക് നല്ല ബീഫിൻ്റെ ഒരു സ്മെല്ലാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചിക്കൻ്റെ ക്യൂബ്സാണ് ചേർക്കുന്നതെങ്കിൽ ചിക്കൻ കറിയുടെ ആ ഒരു ഫ്ലേവർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഒന്നും കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. മസാലയൊക്കെ നല്ല പോലെ ആയതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളം ചേർക്കാവൂ കേട്ടോ. നല്ല കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എല്ലാ മസാലകളും നന്നായിട്ട് മൂത്ത് വരുമ്പോൾ മാത്രമേ നമുക്ക് കറിക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഗരം മസാല ഒരുപാടായി പോകണ്ട കേട്ടോ. അപ്പോൾ ചേർത്തിട്ട് നിങ്ങൾ നോക്കുക. കുറച്ച് ചേർത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് അടച്ചിട്ട് തിളക്കാനായിട്ട് മാറ്റി വെക്കുക. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനൊരു 1/4 മുറി തേങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ. 1/2 മുറിയുടെ പകുതി എടുത്തിട്ടുള്ളൂ തേങ്ങ. അപ്പോൾ ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. മഞ്ഞളൊന്നും ഒരുപാട് വേണ്ട, എന്നാലും കുറച്ച് ഒരു നുള്ള് എടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം. ഒരുപാട് തീ കൂട്ടി വെക്കാണ്ട് വേണം വറുത്തെടുക്കാനായിട്ട് കേട്ടോ. തേങ്ങയൊക്കെ സാധാരണ നമ്മൾ വറുക്കുന്നതല്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് കറിവേപ്പിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കറിവേപ്പിലൊന്നും ചേർത്തിട്ടില്ല. ഇത് നല്ല പോലെ ഒന്ന് വറവായിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം സാധാരണ നമ്മൾ തേങ്ങ അരച്ചെടുക്കുന്ന പോലെ അരച്ചെടുത്താൽ മതി. അപ്പം ഇങ്ങനെ നമ്മൾ വറവിടും കൂടെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ബീഫിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. വറുത്തരച്ച ബീഫ് കറി എങ്ങനെയാണോ ആ ഒരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ആദ്യം നിങ്ങൾ മാഗി ക്യൂബ്സ് ഉണ്ടാക്കി വെക്കണം കേട്ടോ. ബീഫ് കിട്ടുന്ന സമയത്ത് ഉണ്ടാക്കി വെച്ചാൽ മതി. ബീഫില്ലാത്ത ഏത് സമയത്തും നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ചിക്കനും അതുപോലെ തന്നെയാണ്. ചിക്കൻ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ചിക്കൻ്റെ എല്ലിൻ്റെ പീസൊക്കെ എടുത്തിട്ട് ക്യൂബ്സ് ഉണ്ടാക്കി വെച്ചാൽ മതി.
ബീഫും അതുപോലെ തന്നെ കേട്ടോ. എല്ലിൻ്റെ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കുന്ന ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ക്യൂബ്സ് ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ വറവായിട്ടുണ്ട്. ഇനി അത് നമുക്ക് അരച്ചത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് വേവിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഈ ഒരു ടേസ്റ്റ് തന്നെ നിങ്ങൾക്ക് കറി ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ തേങ്ങ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചേർക്കാനില്ല. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഉപ്പൊക്കെ നിങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക കേട്ടോ. മാഗി ക്യൂബ്സിൽ ഉപ്പുണ്ട്, പിന്നെ നമ്മൾ ഉള്ളിയിലും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിനനുസരിച്ചിട്ട് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി. ഉപ്പൊക്കെ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേണം, നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ മല്ലിയില ഇല്ലാത്ത കാരണം തന്നെ ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ മല്ലിയിലയുടെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഉള്ളിയിൽ വേണമെങ്കിൽ താളിച്ചിട്ട് ഒഴിക്കുകയും ചെയ്യാം കേട്ടോ. അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് കൂടേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇനി താളിക്കണില്ല കേട്ടോ. നമ്മൾ ഉള്ളിൽ തന്നെ എണ്ണയിൽ തന്നെ വഴറ്റിയെടുത്ത് ഉള്ളി, അതുപോലെ തന്നെ തേങ്ങയൊക്കെ അരച്ചുകൊണ്ട് ഒരുപാട് ഓയിലായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പത്തിരിയുടെ കൂടെ ആണെങ്കിലും എന്തിൻ്റെ കൂടെ ആണെങ്കിലും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ബീഫ് കറി നിങ്ങൾ എന്തിൻ്റെ കൂടെയൊക്കെയാണോ ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ക്യൂബ്സ് നേരത്തെ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. എന്നാൽ പ്രത്യേകിച്ച് ഒരു പണിയിൽ ഉള്ളിയും തക്കാളിയൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാവുന്നതല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. Okay.